ശാന്തി. ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്ത് മനസ്സ് തീർത്തും ശാന്തമാക്കുന്നു. ഇപ്പോൾ മനസ്സിന് ഒരു ശുഭസങ്കല്പം നൽകുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ പ്രിയ ബാബയുടെ ഓർമ്മയുടെ മടിയിലാണ്. ഞാൻ ആത്മാ പ്രകാശത്തിൻ്റെ ഒരു ദിവ്യ ബിന്ദു. എൻ്റെ മുന്നിൽ സുഖത്തിൻ്റെ സാഗരം, സ്നേഹസാഗരം, ശാന്തിയുടെ സാഗരം. ബിന്ദു ശിവബാബ ബ്രഹ്മ ശരീരത്തിൽ വിരാജമാനാണ്. എൻ്റെ സത്യമായ ബാബ എന്നെ കൺനിറയെ കാണുന്നു. ബാബയുടെ ദൃഷ്ടിയിൽ അപാര സ്നേഹം നിറഞ്ഞൊഴുകുന്നു. ദൃഷ്ടിയിലൂടെ അനന്തശക്തി പ്രസരിക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ എനിക്ക് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ സദാ എൻ്റെ ഓർമ്മയിൽ സന്തോഷം ആഘോഷിക്കൂ. ഓരോ ദിവസവും ഉത്സവമാണ്, സന്തോഷമാണ്. ഞാൻ ആത്മാ ബാബയുടെ ഓർമ്മയിൽ മുങ്ങിപ്പോയിരിക്കുന്നു. പരംപിത പരമാത്മാ എൻ്റെ പാലന ചെയ്യുന്നു. എൻ്റെ ഓരോ ചുവടിലും എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ ബാബയുടെ രാജാക്കുട്ടിയാണ്. ബാബ എന്നെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. വരദാനങ്ങളാൽ സമ്പന്നമാക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ ഞാൻ അസീമമായ സന്തോഷത്തിലാറാടുന്നു. ഈ അലൗകിക സംഘത്തിൽ ഞാൻ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഈ സുഖം ഇന്ദ്രിയങ്ങളിൽ നിന്നും ഉപരിയാണ്. ഇത് അവർണ്ണനീയ സുഖമാണ്. ഇപ്പോൾ സുഖത്തിൻ്റെ സാഗരം എൻ്റേതായിരിക്കുന്നു. ജീവിതത്തിൽ സുഖം തന്നെ സുഖമാണ്. ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. നിരന്തരം അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ബാബയുടെ ഓർമ്മയിൽ ഈ അനുഭവം ദിവ്യശക്തി നൽകുന്നു. ആത്മാവിനെ സമ്പന്നമാക്കുന്നു. നിരന്തരം ബാബയുടെ ഓർമ്മയിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി നേടാനായി ഞാൻ ഓർമ്മയുടെ യാത്രയിൽ പന്തയം വെക്കുന്നു. ബാബയിൽ നിന്നും ശ്രീമതമെടുത്തുകൊണ്ടിരിക്കുന്നു. തെറ്റുകളുണ്ടാകാതെ നോക്കുന്നു. ഞാൻ ദേഹി അഭിമാനിയാകുന്നു. പാപമുണ്ടാകാതിരിക്കുന്നു. അപ്പോൾ അതീന്ദ്രിയ സുഖം അനുഭവം ചെയ്യാൻ കഴിയുന്നു. ബാബ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മന്മനാഭവ, മനസ്സുകൊണ്ടെന്നെ ഓർമ്മിക്കൂ എന്ന്.
ബാബ പറയുന്നു, നിങ്ങളുടെ ലക്ഷ്യം മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതാണ്. അതിനായി ബാബ പറയുന്നു, മറ്റ് സംഘങ്ങളിൽ നിന്നും ബുദ്ധിയോഗത്തെ മാറ്റി ബാബയെ ഓർമ്മിക്കൂ. ബാബയെ നിരന്തരം ഓർമ്മിക്കുന്നതിലൂടെ ആത്മാവിൽ പിടിച്ചിരിക്കുന്ന ക്ലാവില്ലാതാകുന്നു. ഏതുവരെ ശരീരമുണ്ടോ അതുവരെ ഞാൻ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കും. യോഗബലത്തിലൂടെ ചക്രവർത്തി പദവി പ്രാപ്തമാക്കും. ഞാൻ പാപാത്മാവിൽ നിന്നും പുണ്യാത്മാവാകുകയാണ്. ഞാൻ കേവലം സത്യമായ ഹൃദയത്തോടെ ബാബയെ ഓർമ്മിക്കുന്നു. കൈകൾ കൊണ്ട് കർമ്മം ചെയ്യുന്നു, എന്നാൽ ബുദ്ധിയോഗം ബാബയുടെ കൂടെ ആയിരിക്കുന്നു. മനസ്സിൽ ബാബയായിരിക്കണം. ഈ അവസ്ഥയാണ് അതീന്ദ്രിയ സുഖം. പാപം ചെയ്യുന്നവർക്ക് ഈ സ്ഥിതി പ്രാപ്തമാക്കാൻ സാധിക്കില്ല. ശ്രീമതത്തിലൂടെ നടക്കുകയാണെങ്കിൽ ഓരോ സ്ഥിതിയിലും പ്രയോജനമുണ്ടാകും. കേവലം ഓർമ്മയിലൂടെ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. എന്റെ ലക്ഷ്യം ഉയർന്നതാണ്. അതിനാൽ ഓരോ ചുവടും സർജനോട് നിർദ്ദേശം ചോദിക്കുന്നു. ബാബയിൽ നിന്നും ഒന്നും ഒളിപ്പിച്ചു വെക്കില്ല. ദേഹത്തിൽ നിന്നും ദേഹധാരികളിൽ നിന്നും ബുദ്ധിയോഗത്തെ മാറ്റി ഒരു ബാബയുടെ കൂടെ ചേർക്കുന്നു. കർമ്മം ചെയ്തുകൊണ്ടും ബാബയുടെ ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സദാ ഏകരസ സമ്പന്ന സ്ഥിതിയിലിരിക്കുന്ന പുരുഷാർത്ഥി ഒപ്പം പ്രാലബ്ധി സ്വരൂപവുമാകുന്നു. സംഗമയുഗം പ്രാലബ്ധത്തിന്റെ യുഗമാണ്, പുരുഷാർത്ഥിയുടേതല്ല. ബാബയുടെ സ്ഥിതിയും ഗുണങ്ങളും കുട്ടികളുടേതാകുന്നു. ഇതാണ് സംഗമയുഗത്തിന്റെ പ്രാലബ്ധം. അതിനാൽ സദാ ഏകരസം ഒരേ ഒരു സമ്പന്ന സ്ഥിതിയിലിരിക്കുന്നു. അപ്പോൾ പറയാം, ബാബയ്ക്ക് സമാനം. ബാപ്പ് ദാദയുടെ കയ്യിൽ ബുദ്ധിയാകുന്ന കൈ വെക്കുകയാണെങ്കിൽ പരീക്ഷകളാകുന്ന സാഗരത്തിൽ മുങ്ങിപ്പോകില്ല. ബാബയുടെ സൂചനയാണ് ഓരോ സെക്കൻഡും ഓരോ ചുവടും ശ്രീമതമനുസരിച്ച് നടക്കൂ. ചുറ്റിക മുട്ടേൽക്കുമ്പോൾ കൃത്യമായ മൂർത്തിയാകുന്നു. എങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നു, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ആശീർവാദങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓം ശാന്തി.